Hi, good evening, everyone. Welcome to Meet the Creators. Meet the Creators ഇന്ന് ഒരു അടിപൊളി ഗസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. Let's welcome Hamna. ഹായ് എല്ലാവർക്കും നമസ്കാരം, ഗുഡ് നൈറ്റ്. പിന്നെ അസ്സലാമു അലൈക്കും. ഞാൻ ഇങ്ങനെ ഒരു ഇതിനാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആളുകൾക്ക് അനുഭവങ്ങളൊക്കെ കുറെ സ്ഥലത്ത് പറയേണ്ടി വന്നിട്ടുണ്ട് നമ്മള്. പക്ഷെ സൂം മീറ്റിങ്ങിലൂടെ ഒക്കെ ഇങ്ങനെ ഇത്രയും ആളുകളായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത് ഉണ്ടാവുന്നത്. അപ്പോ എന്താണ് ഞാൻ ഇന്റെ ഒരു കഥ എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ തുടങ്ങണം എന്ന് വിചാരിച്ചു, എന്തെങ്കിലും ഒന്ന് തുടങ്ങണം എന്നൊന്നും വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതേ അല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാനുപോലും അറിയാതെ ഞാനൊരു സംരംഭകയായി മാറുമായിരുന്നു. പിന്നെ എന്താ വെച്ചാല് എന്റെ ഒരു ജീവിത ശീലങ്ങൾ ഉണ്ടല്ലോ, ഇങ്ങനെ പറയാ, ജീവിതശീലങ്ങൾ എന്നെ ഒരു സംരംഭകയാക്കി മാറ്റിയതാണ്. നമ്മള് ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്റെ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാല്, എനിക്ക് ചെറുപ്പത്തിലെ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ വാങ്ങുകയാണ്. ഇപ്പൊ ന്യൂ ഇയർ ഗിഫ്റ്റ്, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ന്യൂ ഇയർ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി കൊടുക്കുമല്ലോ. ഞാനപ്പൊ എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യും. അന്നൊക്കെ നമ്മൾ ക്രാഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ആ ക്രിയേറ്റ് ചെയ്തിട്ടാ കൊടുക്കുക. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മള് കുട്ടീനെ കാണാൻ, നമ്മളെ കുടുംബത്തിലൊക്കെ കുട്ടീനെ കാണാനൊക്കെ പോകുമ്പോ എന്തെങ്കിലും ഒരു ഉടുപ്പൊക്കെ വാങ്ങി പോവുമല്ലോ. അപ്പൊ അപ്പൊ ഒരു തൊട്ടിലുണ്ടാക്കി. എനിക്ക് വെറൈറ്റി എന്തെങ്കിലും ചിന്തിച്ചാണെങ്കിൽ ഒരു തൊട്ടിലുണ്ടാക്കി. എന്റെ ഒരു കസിൻ തന്നെ ആയിരുന്നു കൊടുക്കാതെ, കൊടുത്തു. അങ്ങനെ ഇപ്പൊ കൊള്ളാൻ തോന്നി. അപ്പൊ അങ്ങനെ 2-3 കസിൻസിനൊക്കെ കൊടുത്ത് അതിനുശേഷം ഈ കൊടുത്തവരുണ്ടല്ലോ, അവര് പിന്നെ ഒരെണ്ണം കൂടി തരും, നല്ല അടിപൊളി തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാങ്ങിച്ച്. നമുക്ക് ചെറിയ പൈസ ലാഭമൊന്നും എടുത്തിട്ടില്ല. അതിനെന്താണോ ചെലവായത് അത്രയും പൈസക്കാണ് ഞാൻ കൊടുത്തിരുന്നത്. അങ്ങനെ വെറുതെ കൊടുത്തതായിട്ടുള്ളൂ. അന്നൊന്നും പേജോ അങ്ങനെ ഒന്നും ഇല്ല. കുറെ വർഷം മുന്നേ, 2015-14 ആ വർഷത്തിലേക്കാണ്. അപ്പൊ അങ്ങനെ വെറുതെ തുടങ്ങിയതാ. അങ്ങനെ തുടങ്ങി. പിന്നെ അങ്ങനെ പോയപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ഒരു ദിവസം വീട്ടിലിരുന്ന് ഇങ്ങനെ തയ്ക്കായിരുന്നു. അതേമാതിരി ആർക്കും വന്ന് തയ്ക്കായിരുന്നു. അപ്പൊ ഒരു ഗസ്റ്റ് വന്നപ്പോ അവര് ചോദിച്ചു എന്താ പണി ചോദിച്ചു. അന്ന് ഞാൻ പ്രഗ്നന്റ് ആട്ടോ. എന്റെ പ്രഗ്നന്റ് ആയിരുന്നിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന മെഷീനിൽ അടിക്കുക, ഫസ്റ്റത്തെ കുട്ടീനെ പ്രഗ്നന്റ്. അപ്പൊ പിന്നെ കാണാൻ വന്നപ്പോ ഞാൻ അടിച്ചുകൊണ്ടിരുന്നപ്പോ എന്നോട് ചോദിച്ച് കൊള്ളാന്നൊക്കെ തോന്നി. എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവരെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 3 തൊട്ടിൽ തുണി എന്റെ ഇഷ്ടത്തിന് എങ്ങനെ അടിക്കുന്നു പറഞ്ഞു. ആ അടിച്ചത് ഞാൻ 3 ഫോട്ടോ എടുത്തു. അന്നൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയം. അപ്പൊ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു. നല്ല ഫീഡ്ബാക്ക് കിട്ടി. നല്ല ഫീഡ്ബാക്ക് ആണ്, ഭയങ്കര ഫീഡ്ബാക്ക്. അപ്പൊ എല്ലാരും പറഞ്ഞു ഈ ഇതിങ്ങനെ ഒരു ബിസിനസ് ആക്കി തുടങ്ങി, എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്, എനിക്കൊരു പേജ് ഒക്കെ തുടങ്ങാന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഫ്രണ്ട്സിനെ നല്ലോണം മോട്ടിവേറ്റ് ചെയ്തു. ഫേസ്ബുക്കില് ഒരു പേജ് തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞാന് 15-14 കറക്റ്റ് പോകുന്നത്. സെപ്റ്റംബർ 13-ാം തീയതിയാണ് ഫസ്റ്റ് ആയിട്ട് ക്രാഡിൽ സ്റ്റോർ എന്നുള്ളൊരു പേജ് ഞാൻ ഫേസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഇൻസ്റ്റഗ്രാം ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഫേസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്ത് അപ്പോ അന്നൊക്കെ ഒരു മാസത്തിൽ ഒരു ഓർഡർ ഒക്കെ ഉണ്ടാവുക. അതെന്നെ ഭയങ്കര വണ്ടറായിട്ട് ഞാൻ എടുക്കുക. കാരണം നമ്മളെന്ന് അറിയാത്ത ഒരാൾ നമ്മളെ നിന്ന് വാങ്ങാൻ ഭയങ്കര വണ്ടറായി. എല്ലാവരും അടുത്ത് പോയി പറയും എനിക്ക് എറണാകുളത്ത് നിന്ന് ഒരു ഓർഡർ കിട്ടി എന്നൊക്കെ പറയും. 2 മാസത്തിൽ കൂടെ ഒരു ഓർഡർ ഒക്കെ കയറി വന്നത്. അധികം ഓർഡർ ഫാമിലിയിൽ നിന്ന് കേട്ടോ. ആ സമയത്തൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഫുൾ ഫാമിലിയിൽ നിന്ന് നല്ല ഓർഡർ വരും. നമ്മൾ അക്സെപ്റ്റ് ചെയ്തു ഫാമിലി എന്നുള്ളതാണ് അന്ന്. പിന്നെ അങ്ങനെ കുഞ്ഞു ആയിട്ട് ഇങ്ങനെ തുടങ്ങി. അതിന്റെ ഇടയില് ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ വന്നപ്പോ അതും തുടങ്ങി. അപ്പോഴാണ് കുറച്ചൊന്ന് ക്ലിക്കായി വന്നത്. മെയിൻ ആയിട്ട് ഇതിന്റെ വെച്ചാല് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട്. രണ്ട് വീട്ടിൽ നിന്നും കല്യാണം കഴിഞ്ഞില്ല, 2 വീട്ടിൽ നിന്നും നല്ല സപ്പോർട്ടാണ്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, എന്റെ ഫസ്റ്റ് ക്രാഡിൽ ഞാൻ പറഞ്ഞു അന്ന് ക്രാഡിൽ അടിച്ചപ്പോ ഞാന് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ എന്റെ ഉമ്മ വന്നിട്ട് ചോദിച്ചു എന്താ പണി. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, എല്ലായിടത്തും. കാരണം ഉമ്മ വന്നിട്ട് ഇങ്ങനെ നോക്കാണ് എന്താ പണി. അപ്പൊ ഞാനിങ്ങനെ മെഷീൻ എടുക്കണേ. അപ്പൊ ഞാൻ അടിച്ചുകൊണ്ടിരിക്കണേ കൊതുവലന്റെ അടിയിൽ ഇങ്ങനെ ബോർഡർ വെച്ചിട്ട്. അന്നൊന്നും എവിടെ ഇങ്ങനത്തെ ഡിസൈൻഡ് ക്രാഡിൽസ് ഒന്നും ഇല്ല. അന്നൊക്കെ എല്ലാവരും ഈ കള്ളിത്തുണി ഉണ്ടാവില്ലേ, നമ്മളെ ആണുങ്ങളെ കള്ളിത്തുണി, അതെടുത്ത് കാണ്ട് നമ്മളെ നാട്ടിലൊക്കെ കള്ളിത്തുണി എടുത്ത് കാണ്ട് തൊട്ടിൽ കെട്ടുന്ന ഒരു കാലാണ്. അപ്പൊ വൈറ്റ് ക്രാഡിൽസും ഇല്ല. പിന്നെ റയറായിട്ട് ചിലരൊക്കെ വൈറ്റ് ക്രാഡിൽസ് ജസ്റ്റ് ഇങ്ങനെ കൂട്ടിയടിച്ച് കാണ്ടൊക്കെ യൂസ് ചെയ്യാറ്. ഞാനിത് ഒരു നെറ്റിന്റെ അടിയിൽ ഒരു കര വെച്ചിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമ്മ വന്ന് പറഞ്ഞു എന്തിനാ കൊതുവലന്റെ അടിയിൽ ഒരു കര, അപ്പൊ കുട്ടികൾ പാമ്പസ് ഒന്നും ഇടൂല എന്നൊക്കെ മൂത്രയിച്ചിട്ട് എന്താ പറയാ അടിയിൽ പാത്രം വെച്ച് കൊടുക്കല്ലേ.
അപ്പൊ ഇത് കുട്ടീനെ അങ്ങനെ അങ്ങട്ടാട്ടുമ്പോഴും ഇങ്ങട്ടാട്ടുമ്പോഴും ഈ തൊട്ടിലിന്റെ ഈ കരല് തുണി ഇങ്ങനെ ആ റൂം മുഴുവൻ മൂത്രാവാനെല്ലാം ഇപ്പൊ ഇതെന്ന് വെച്ച്. അപ്പൊ എന്റെ അമ്മ അങ്ങനെയാണ്, എല്ലാം വിമർശിക്കും. എന്നിട്ട് അങ്ങനെ പറഞ്ഞ് കുറെ കളിയാക്കിട്ടോ, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് പിന്നെ ഞാന് എന്താ പറയാ, അത് അങ്ങനെ അടിച്ചുപോയി. എന്നിട്ട് ഇത് എല്ലാവരോടും പോയി പറഞ്ഞു, ഇമ്മ ഇങ്ങനെ കളിയാക്കിന്ന് കേട്ടോ പറഞ്ഞു. എല്ലാരും ഇങ്ങനെ നല്ലത് പറഞ്ഞപ്പോ ഉമ്മ അങ്ങനെ പറഞ്ഞു, ഇപ്പൊ ഉണ്ടല്ലോ ഉമ്മ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിനാണ്. എന്നിട്ട് ഇപ്പൊ എന്താ അതിന്റെ ട്വിസ്റ്റ് എന്താ വെച്ചാല്, ഇപ്പൊ എന്റെ ക്രാഡിൽസിന്റെ ഒരു ഹൈലൈറ്റ് ഉണ്ട്, ഒരു ബെഡ് ക്രാഡിൽ എന്ന സാധനം ഉണ്ട്. ഇപ്പൊ മോസ്റ്റ് ഡിമാൻഡഡ് ഐറ്റം അതാണ്. അത് എനിക്ക് അടിച്ചു തരുന്ന എന്റെ ഉമ്മയാണ്. ആ കര ഇപ്പൊ ഉമ്മാനെ കൊണ്ട് ഞാൻ അടിപ്പിക്കലുണ്ട്. അതാണ് അതിന്റെ ഒരു ട്വിസ്റ്റ്. അപ്പൊ പിന്നെ എന്താ വെച്ചാല് നമ്മളെ സപ്പോർട്ടിങ് ഭയങ്കര സപ്പോർട്ട് എടുത്തു പറയാതൊക്കെ വയ്യ. അത് എല്ലാവർക്കും ബിസിനസ് ഡയറക്റ്റ് സപ്പോർട്ടല്ല, ബാക്ക് കൂടെ ഉള്ള ഒരു സപ്പോർട്ടാണ് എല്ലാവർക്കും കിട്ടുന്നത്. പിന്നെ ഹസ്ബൻഡും നല്ല സപ്പോർട്ടാണ്. അവര് എങ്ങനെ വെച്ചാല് ആള് ഫ്രീ ആണ്. അപ്പൊ നമ്മള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തു. അങ്ങനെ ചെയ്ത് നമ്മളിങ്ങനെ കുറച്ച് ചെറുതാനെ തുടങ്ങി. പിന്നെ അവര് ഗൾഫിലായിരുന്നു, ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് ഗൾഫ് റിട്ടേൺ ആയി വന്ന് അവിടെ ജോലി നിർത്തി. ഇപ്പൊ പിന്നെ ഇവിടെ എന്തെങ്കിലും കുറെ നോക്കിയപ്പോ ഒന്നും ശരിയാവാത്തോണ്ട് ഇന്റെ ബിസിനസ് അവരെ ഏറ്റെടുത്തിട്ട് അവര് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവരെ കൂടെ കയറി. അതിന്റെ ഇടയിൽ എനിക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ജോലി കിട്ടി. ഞാൻ ആ ജോലിക്ക് പോയി, നല്ല ജോലിയല്ല. അപ്പൊ ഇനി പോയോണ്ടിരിക്കുമ്പോഴാണ് ഇവർ ഈ ബിസിനസ് ഷോപ്പ് മാനുഫാക്ചറിങ് യൂണിറ്റ് പോലെ തുടങ്ങി. 2 സ്റ്റാഫിനെ വെച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും എനിക്ക് എത്തിപ്പെടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എന്നാലും ഞാൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. അന്നൊക്കെ സെയിലൊക്കെ കുറവായിരുന്നു. പിന്നെ ഞാന് കോവിഡ് വന്നപ്പോ നമ്മളെ മാനുഫാക്ചറിങ് യൂണിറ്റിലൊക്കെ സ്റ്റാഫിനൊന്നും സ്ഥിരമായിട്ട് വരാനൊന്നും പറ്റില്ല. പക്ഷെ കോവിഡ് വന്നിടത്ത് വേറെ കാര്യമുണ്ട്, എനിക്ക് കോവിഡിന്റെ മുന്നുള്ളേക്കാളും സെയിൽ ഉണ്ടായത് കോവിഡിന്റെ സമയത്താണ്. കാരണം അന്ന് ഷോപ്പുകളൊന്നും തുറക്കാത്തൊരു കാലത്ത് നമ്മളടുത്ത് സ്റ്റോക്ക് തുണികൾ ഉണ്ടാവും. എന്നിട്ട് ഒരുപാട് ആള് ചോദിച്ചു, എങ്ങനെയെങ്കിലും കുറച്ച് തുണി തരുമോ, കുട്ടിക്ക് പുതിയ കുട്ടിയാണ്, ഞങ്ങൾക്ക് തുണി വാങ്ങാൻ ഒരു വകുപ്പില്ല. അങ്ങനെ ഒരുപാട് സെയിലിംഗ് കോവിഡിന്റെ കാലത്ത് നടന്നത്. അപ്പൊ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, വാങ്ങി വെച്ച സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് നല്ലൊരു കാര്യമായിരുന്നു. പിന്നെ കോവിഡ് കഴിഞ്ഞ് ഏകദേശം ഞാൻ 2ാമത്തെ കുട്ടീനെ പ്രഗ്നന്റ് ആയപ്പോ ഞാൻ ഹോസ്പിറ്റലത്തെ ജോലി വിട്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇപ്പൊ നന്നായിട്ട് ഹൈ ആയിട്ട് പോയി, നമ്മൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ നമ്മള് ഈ ഒരു ഇതില് 24 hours ഒരു ബിസിനസ്സും ഒരു സാലറി ജോബും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സാലറി ജോബ് ആ ഒരു പറഞ്ഞ ടൈം ലിമിറ്റ് ഉണ്ട്. ആ ടൈം ലിമിറ്റില് കഴിഞ്ഞ് നമ്മള് 9 to 5 ജോലി ചെയ്യുകയാണെങ്കിൽ 5 മണിക്ക് നമ്മൾ വീട്ടിലെത്തുക. പിന്നെ നമ്മള് വീട്ടിലത്തെ കാര്യം ചിന്തിച്ചാൽ മതി, ജോലിന്റെ കാര്യം ആ ടൈമിൽ ചിന്തിച്ചാൽ മതിയല്ലോ. പക്ഷെ ബിസിനസ് അങ്ങനെയല്ല. അത് പ്രത്യേകിച്ച് ഈ ചെറുകിട ബിസിനസ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ 24 hours 24/7 നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിപ്പോ ഞാനെന്നല്ല, വലിയ ഇപ്പൊ മലബാർ ഗോൾഡ്, യൂസഫ് അലി, അങ്ങനത്തെ വലിയ ആൾക്കാരുണ്ടാവില്ലേ, ഓൾക്ക് വരെ ചിന്തകളെ കാരണം. മലബാർ ഗോൾഡിന്റെ ആൾക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കും, ഒന്ന് ഉറങ്ങാനൊക്കെ കിടക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കണ്ടാവും, ഇനി ഇവിടെ ബ്രാഞ്ച് തുടങ്ങാം, അങ്ങനെയൊക്കെ ചിന്തിക്കണ്ടാവും. അതേമാതിരി ഞാൻ എന്താ ചിന്തിക്കലെന്ന് വെച്ചാല്, ഇനിയിപ്പൊ പുതിയ ഡിസൈൻ ഇപ്പൊ എന്താ കൊടുക്കുക, അതാ ഞാൻ ചിന്തിക്കല്. അപ്പൊ അങ്ങനെ നമുക്കിങ്ങനെ ചിന്തകളാണ്. അപ്പൊ സാലറി ജോബിന്റെ മാതിരിയല്ല, ഫുൾ റിസ്ക് ആണ്. ഞാൻ രണ്ടും ചെയ്തോണ്ടാ ഞാൻ പറയുന്നത്, നല്ല റിസ്ക് ആണ്. പക്ഷെ അതിന് കിട്ടുന്ന ഒരു അംഗീകാരം അത് വേറെ തന്നെയാണ്. അത് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു മണി ഉണ്ടല്ലോ, ആ ഒരു ലാഭം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. കുറഞ്ഞതാണെങ്കിലും ലാഭമാണ്. നമ്മൾ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ലാഭം വേണം. എനിക്ക് ആദ്യം തന്നെ ലക്ഷങ്ങൾ സമ്പാദിക്കണം, എനിക്ക് ആദ്യം തന്നെ 500 രൂപ ലാഭം വേണമെന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. ഞാൻ ആദ്യം വിറ്റ തൊട്ടിൽ 350 രൂപക്കാണ്. അന്ന് എനിക്ക് 250 രൂപയായിട്ടാണ് ആ തുണിന്റെ ചെലവ്. 50 രൂപ ഞാൻ ലാഭം എന്ന് പറഞ്ഞിട്ട്, അത് ലാഭം എന്ന് പറഞ്ഞാല് ഈ അടിക്കൂലി അടക്കാണ്. ഞാൻ ഈ അടിച്ചുണ്ടാക്കണ സമയം, എനിക്ക് എത്ര സമയമാണ് അടിക്കാൻ, അതും അടക്കാണ്. ആകെ എനിക്ക് കിട്ടിയത് 70 രൂപയ്ക്കാണ്. ആദ്യമായിട്ട് ഞാൻ കൊടുത്തത് 350 രൂപ. അപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ കുറച്ച് ലാഭം എടുത്തിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ട് ബിസിനസ് തുടങ്ങിയവരുണ്ട്, ഒക്കെ ഡൗൺ ആയി. കുറെ ആൾക്കാർ ഡൗൺ ആയി, കാരണം അവർക്ക് പെട്ടെന്ന് ലാഭം കിട്ടണം. അതൊക്കെ നടക്കുമോ? അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആദ്യം ചെറിയ ലാഭം അത് അംഗീകരിക്കുക. നമ്മൾ ചെറിയ ലാഭത്തിൽ നിന്ന് ജോലി ചെയ്യാല് അംഗീകരിക്കുക. പിന്നെ എന്റെ വേറൊരു കാര്യമുണ്ട്, ഞാൻ കുറെ സാലറി ജോബ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്.
എനിക്ക് ആദ്യമായിട്ട് സാലറി കിട്ടി 2750 രൂപ മാസ ശമ്പളമാണ് ആദ്യത്തെ. പിന്നെ ഞാനൊരു ജോലി ചെയ്ത് 8000 രൂപ രണ്ടാമത്തെ ജോലി. മൂന്നാമത് വേറെ സ്ഥാപനത്തിൽ ജോലി 12000 രൂപ. പിന്നെ 17500. അങ്ങനെ അങ്ങനെ കിട്ടുന്ന അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അത്ര എനിക്ക് ആദ്യം തന്നെ 20000 രൂപയുടെ ജോലി വേണമെന്ന് പറഞ്ഞ് നടന്നാൽ നടക്കൂല. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവേണ്ടേ. അപ്പൊ നമ്മൾ ചെറുത് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ ബിസിനസ് ആണെങ്കിൽ തന്നെ ആദ്യം 80 രൂപയ്ക്ക് ചെറിയ 2 രൂപ 3 രൂപ ലാഭമുള്ള ചെറിയ ബിസിനസിന്റെ വലിപ്പത്തിനനുസരിച്ചേ. അപ്പൊ അങ്ങനെ ആക്കുക. പിന്നെ നിങ്ങൾക്ക് 500 1000 ഒക്കെ ലാഭം ഇട്ടുകാണ്ട് വിൽക്കുക. നിങ്ങൾ അംഗീകരിക്കാൻ ആളുണ്ടാവും, നിങ്ങളെ പ്രൊഡക്ട്സ് വാങ്ങാൻ ആളുണ്ടാവും. ഒരു പേടി മേടിക്കണ്ട. ഇപ്പോ ഇന്റെ അടുത്ത് പറയരുത് എന്തോ നമ്മളെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അതൊന്നും സാരമാകല്ല. അത്രക്കും ക്യാഷ് പ്രശ്നമില്ല എന്നൊക്കെ ഉള്ളവര് വാങ്ങും. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളവരോ എൻ്റെ അടുത്തൊക്കെ ഭയങ്കര വിലയാണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മളെ അംഗീകരിക്കാനും നമ്മളെ സാധനം വാങ്ങാനും ആൾക്കാർ വേറെ ഉണ്ട്. നമുക്കത് മതി. അത് എഴുതിയിട്ട് നമ്മളെ സോപ്പ് ഇട്ട് കാണ്ട് ഓൽക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഓല് പറയുന്ന വിലക്ക് കൊടുക്കാനൊന്നും പറ്റൂല. അത് ഒരു ഇതുകൊണ്ട് പറയല്ല, അത് നമ്മൾ വാങ്ങിക്കാനും അംഗീകരിക്കാനും ഉള്ള ആൾക്കാരുണ്ട്. പിന്നെ അത് മതി. അതാണ് ഇപ്പത്തെ ഒരു സ്റ്റാൻഡ്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒക്കെ കൊടുക്കും. ചിലർക്കുണ്ട് നമ്മൾ അറിയാത്ത ആൾക്കാർ തന്നെ നമ്മളോട് വന്ന് ചോദിക്കും, ഇതാ കുറച്ചൊരു എന്തൊരു വിലയാന്നൊക്കെ ചോദിക്കും. അത് കോമൺ ആണ്. എല്ലാ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സിന്റെ ആൾക്കാരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, വില കുറച്ച് തരുമോ. ഇവരൊക്കെ ഇതിന്റെ അധ്വാനിച്ചിട്ട് വാങ്ങിക്കണാണ്, അല്ലാതെ വെറുതെ വാങ്ങിക്കല്ലോ. ഒരു റീസെല്ലിംഗ് അല്ലല്ലോ, മേക്ക് ചെയ്തിട്ട് ചെയ്യല്ലേ. അപ്പൊ ഈ പണിക്കുള്ള ഒരു കൂലി ഇവർ കൂട്ടുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഏറ്റവും വലിയ ഞാൻ ആദ്യത്തിലൊന്നും പിന്നെ ഒരു കാര്യമുണ്ട്, ഇൻസ്റ്റഗ്രാം പേജൊക്കെ തുടങ്ങുന്നവരൊക്കെ പറയാനാണ്, അതായത് നമ്മൾ ആദ്യം തന്നെ ഫോളോവേഴ്സ് കുറയുവാണെന്നൊന്നും പറയരുത്. അത് താരണ്ടായിക്കോളും. നമ്മളതിൽ അങ്ങനെ പോവുക. നമ്മളതിൽ അങ്ങനെ പോയിട്ട് ഞാൻ അത്രയും വർഷം മുന്നേ തുടങ്ങിയിട്ട് എനിക്ക് ഇപ്പോഴും ഇത്ര ഫോളോവേഴ്സ് ഉള്ളൂ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന് ഫോളോവേഴ്സിന്റെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമില്ല. കാരണം നമുക്ക് വേണ്ടിയത് നമ്മളെ കസ്റ്റമേഴ്സ് ആണ്, അല്ലാതെ ഫോളോവേഴ്സ് അല്ല. കാരണം വാങ്ങുന്ന കസ്റ്റമേഴ്സ് പിന്നെ വാങ്ങാന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നമ്മളെ വിജയം. അല്ലാതെ കുറേ ഫോളോവേഴ്സ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. കുറെ ഒക്കെ ഡെഡ് ഫോളോവേഴ്സ് കാരണം വെറുതെ ചെക്കന്മാരൊക്കെ വെറുതെ വന്നിട്ട് ഫോളോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഈ ബൾക്ക് ഫോളോവേഴ്സിന് വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ കാണാം. അതിന് പിന്നാലെ ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മളെ പ്രൊഡക്ട്സ് ഒക്കെ ഇഷ്ടപ്പെടുമ്പോ താഴെ തന്നെ വന്നോളും. എനിക്കങ്ങനെ കുറെ കുറ്റി എന്ന് പറയാം, എന്റെ കുറ്റിയാണ് എപ്പോഴും വന്നിട്ട് അത് ഒരു സാധനം കേട്ടോ, ആ സാധനം ഇട്ടാണ്. അങ്ങനെ കുറെ ഫാമിലി മെമ്പേഴ്സ് കുറെ ഉണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് വാങ്ങണേ. അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് നമ്മള്. പിന്നെ അറിയാത്തവരും ഉണ്ട് 2-3. എന്റെ ആദ്യത്തെ കുട്ടിക്ക് നിങ്ങളെടുത്ത വാങ്ങിയ രണ്ടാമത്തെ കുട്ടിക്കും വേണമെന്നൊക്കെ പറഞ്ഞു വരുമ്പോ അതൊക്കെ കിട്ടുന്ന ഒരു ഭയങ്കര അവർക്ക് ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ടാണ് അവർക്ക് ചെയ്തു കൊടുക്കുക. കാരണം അവർ രണ്ടാമത് വാങ്ങണമെങ്കിൽ ആദ്യത്തെ പ്രൊഡക്റ്റിൽ അവർ അത്രക്കും ഇഷ്ടപ്പെട്ടോണ്ടാണ്. അങ്ങനെ കുറെ അതൊക്കെയാണ് നമ്മുടെ ഇത്. നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സെല് ചെയ്ത് ആ കസ്റ്റമർ അപ്പം തിരിക്കല്ല വേണ്ടത്. ആ കസ്റ്റമർ അവരെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഐഡന്റിറ്റി കൊടുക്കണം. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടണം. പിന്നെ ആ സാധനം വാങ്ങുമ്പോൾ നമ്മളെ അടുത്തന്നെ വാങ്ങാൻ പറ്റുള്ളൂ. ഒരിക്കലും ഇനി അവിടുന്ന് വാങ്ങൂല, അത് മതിയായി എന്ന് പറയിപ്പിക്കരുത്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതിന്റെ പെർഫെക്ഷൻ, അതിന്റെ വൃത്തി, അങ്ങനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യണം. പിന്നെ എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട്? എനിക്ക് തൊട്ടിൽ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. തൊട്ടിലേറ്റും ബന്ധപ്പെട്ട സാധനങ്ങൾ ഞാൻ പറയാറ്. എന്തൊക്കെയാണ് പ്രൊഡക്ട്സ്? ക്രാഡിൽ ആൻഡ് അതിന് ഏറ്റവും ബന്ധപ്പെട്ട സാധനങ്ങൾ. ക്രാഡിലാകുമ്പോൾ അതിന് നെറ്റ് ഉണ്ടാവും. ഈ ക്രാഡിൽമ തന്നെ പല സംഗതികളും ഉണ്ട്. അതിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് അതിനെ തൂക്കിയിടാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണ്. ക്രാഡിലിന് പല ഹാങ്ങിങ്സ്, ഈ ക്രാഡിലിനെ പേര് എഴുതിയിട്ട് കൊടുക്കും, അതിന് ചിത്രം വെച്ചിട്ട് കൊടുക്കും, അതിന് ബെഡ് കൊടുക്കും. ബെഡ് തന്നെ പല വിധമാണ്. ബെഡ് എടുത്ത് മാറ്റാൻ പറ്റിയത്, അതിന്റെ കൂടെ അലക്കാൻ പറ്റിയത്, അങ്ങനെ പല വിധം. പിന്നെ അതിന്റെ പുറമെ എന്റെ ഹാങ്ങർ, എന്റെ കയറ്, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ബേബി ബെഡ്, ബാസ്കറ്റ്, പിന്നെ കുട്ടികളെ മുടി ഒളിച്ചിലിനൊക്കെ റൂമൊന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രാഡിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ഒക്കെ നമ്മൾ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയിൽ ചോദിക്കലുണ്ട് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും ഏറ്റവും അധികം റിപ്ലൈ വരല് എന്താ പറയാ, പില്ലോസിനാണ്. നെയ്മഡ് പില്ലോസ്. അതാണ് എന്റെ ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള. സ്ക്രാഡിൽ വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടല് ആ പില്ലോസ് ആണ്, നെയ്മഡ് പില്ലോസ്. ജസ്റ്റ് ഇങ്ങനെ ക്യൂട്ട് ആയിട്ടുള്ള സ്ക്വയറോ വേറെ എന്തെങ്കിലും ഷേപ്പിലൊക്കെ പേര് എഴുതിയിട്ട് പില്ലോസ് കൊടുക്കും. ഇത് ബർത്ത്ഡേക്കൊക്കെ കുറെ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു 5-6 വയസ്സായ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവര് അത് ഭയങ്കരമായിട്ട് അംഗീകരിക്കലുണ്ട്.
ഒരു റൂമൊക്കെ പിന്നെ എന്താ പറയാ ഈ വീട് കൂടലിനൊക്കെ ഉണ്ടാവുമല്ലോ, കിഡ്സ് റൂമൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നെയ്മഡ് പില്ലോസ് വാങ്ങിക്കാറുണ്ട്. ഇത്ര കുറേ സാധനങ്ങള്. ഞാൻ ബാസ്ക്കറ്റും ബെഡൊന്നും വല്ലാണ്ട് പോസ്റ്റ് ഒന്നും ചെയ്യാറില്ല, കാരണം അതൊക്കെ കൂടി ചെയ്യാന് നമ്മള് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ, മെല്ലെ മെല്ലെ ആക്കിയാൽ മതി കരുതിട്ടോ. എല്ലായിടത്തും കോൺസെൻട്രേഷൻ കിട്ടൂല. നമ്മൾ ഒരൊറ്റ പ്രൊഡക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ അതിനെ ഏറ്റവും വൃത്തിയാക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രാഡിൽ സ്റ്റോർ എന്നുള്ള പേര് പോലെ തന്നെ ക്രാഡിൽസ് ആണ് മെയിൻ ആയിട്ട്. ബാസ്ക്കറ്റും ബെഡൊക്കെ റെയർലി ആയിട്ട് ഞാൻ കൊടുക്കാറുള്ളൂ. അത്രക്കും അതുകൊണ്ട് തന്നെ എൻക്വയറി കുറവാണ് അതിനെ കുറിച്ച്. അതിന്റെ അത് മാത്രം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, അത് അവർക്ക് പോട്ടെ നിൽക്കും. പിന്നെ നമ്മള് ഹെൽത്തി കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോ നമ്മള് എല്ലാം എന്റെ കൈ കൊണ്ട് തന്നെയല്ല, എന്റെ അസിസ്റ്റൻസിനൊക്കെ വെച്ചിട്ട് അതൊക്കെ ചെയ്യിക്കും. എല്ലാം കൂടി ഞാൻ ചെയ്യുമ്പോ എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളൊരു വിചാരം പാടില്ല. അപ്പൊ കാരണം എല്ലാ ലാഭം എനിക്ക് വേണമെന്ന്. അപ്പൊ അത് ആദ്യമൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ തന്നെ അല്ലെങ്കിൽ പോയിക്ക് കൂലി എടുത്ത ആ പൈസ എനിക്ക് നഷ്ടമല്ലേ എന്നൊക്കെ ചിന്തകളെ. പിന്നെ ഒരുപാട് പേര് അങ്ങനെ ചെയ്യല്ലേ, ഈ എല്ലാം കൂടി ചെയ്താൽ എനിക്ക് എവിടെ എത്താൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ ഇത് കുറച്ച് ഓരോരുത്തർക്ക് ഓരോരോ ജോബാ കൊടുത്തത്. 2-3-4 അസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് ഒരാൾക്ക് ക്രാഡിലിന്റെ ബെഡ് മാത്രം ഉണ്ടാക്കുക, അതൊരാൾ. ഒരു തൊട്ടില് ഒരാൾക്ക് മാത്രം ബെഡ് ക്രാഡിൽ, ഒരാൾക്ക് മാത്രം ബോർഡർ ഡിസൈനിങ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഓരോരുത്തർക്ക് മാത്രം കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് അതിനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതായത് എല്ലാ പ്രൊഡക്റ്റും കൂടി ഒരാൾ ഉണ്ടാക്കിയാല് അപ്പൊ കൂടി പോകായിക്കാരം. പക്ഷെ എന്താ പറയാ, നമ്മള് ഒരു പ്രൊഡക്റ്റ് മാത്രം ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു വൃത്തി അത് ആൾക്ക് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ആവില്ല, അപ്പൊ പെർഫെക്റ്റ് ആവും എന്നുള്ള അതങ്ങനെ ഒരു തിയറി ഉണ്ടെന്ന് എന്റെ ഒരു കസിൻ പറഞ്ഞിരുന്നു. MBA അങ്ങനെ ഒരു തിയറി ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് മാത്രം വൃത്തിയിൽ ഒരു വർക്ക് ഒരാൾ മാത്രം ചെയ്യുമ്പോൾ അതിന് കൂടുതൽ റിസൾട്ട് കിട്ടും, കൂടുതൽ പെർഫെക്റ്റ് ആവും എന്നുള്ള ഒരു തിയറി ഉണ്ട്. പിന്നെ അത് നമ്മൾ കാണില്ല, നമ്മൾ വലിയ വലിയ യൂണിറ്റുകളൊക്കെ ഉണ്ടാവില്ലേ, മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ, അതിന് കണ്ടു ഒരു 2 ആൾക്കാർ ചൈനയത്തൊക്കെ ഈ വീഡിയോസിലൊക്കെ കാണാം. നമ്മൾ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുമ്പോൾ അത് ഒരാൾ ജസ്റ്റ് ഇപ്പൊ ഒരു ഐപോഡിന്റെ ഒരു കമ്പനി ആണെങ്കിൽ ഈ ഐപോഡില് ആ സാധനത്തെ ആ പെട്ടിന്റെ ഉള്ളിൽ ഈ ഹെഡ്സെറ്റ് ഇടുന്നത് മാത്രമാണ് ഒരാളെ പണി. നേരെ വെളുത്ത് വൈകുന്നേരം അയാൾ ഇത് ഇതിന്റെ ഉള്ളിൽ ഇട്ടുകൊണ്ടേ നിൽക്കുകയാണ്. ബാക്കിയുള്ളവരാണ് അത് ഉണ്ടാക്കുന്നതും അത് പാക്ക് ചെയ്യണമൊക്കെ വേറെ ആൾക്കാരാണ്. അപ്പൊ അതിനൊരു വൃത്തി ഉണ്ടാവും. ഒരു ഉദാഹരണം പറഞ്ഞ കേട്ടോ. പിന്നെന്താ എത്ര സ്റ്റാഫ് ഉണ്ട്? സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് എന്റെ സ്ഥാപനത്തിൽ മാനുഫാക്ചറിങ് യൂണിറ്റിൽ വന്നിട്ട് ഇപ്പൊ ആരും കറന്റ്ലി വർക്ക് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാല് ഒക്കെ എനിക്കൊന്നാമത് അവരുണ്ടെങ്കിൽ ഞാനും അവിടെ എത്തണം. അപ്പൊ എനിക്ക് കറക്റ്റ് അവിടെ എത്താൻ പറ്റില്ല. ചെറിയ കുട്ടീനെ പറഞ്ഞില്ലേ, കുറച്ചൊരു പോക്കിരിയാണ് ആള്. അപ്പൊ അവനെ വെച്ചിട്ട് പോവാന്ന് പറഞ്ഞാല് അത്ര വിട്ട് നിക്കണില്ല, വല്ലപ്പോഴും ആണ്. പിന്നെ കുറച്ചും കൂടി ഇപ്പൊ പാലുകൂടിയൊക്കെ നിർത്തിയിട്ടൊക്കെ അങ്ങനെ വിട്ടിട്ട് വരാന്ന്. അപ്പൊ ഞാൻ എന്താ വെച്ചാല് ഇന്റെ വീട്ടിൽ നിന്ന് ഇന്റെ കല്യാണം കഴിച്ച വീട്ടിലേക്കുള്ള ആ ഒരു പാസില് പോകുന്ന 2-3 സ്റ്റാഫിനെ കണ്ടെത്തി. ഒരാൾ എന്റെ ഉമ്മയാണ് സ്റ്റാഫ്, ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മക്ക് സാലറി കൊടുത്തിട്ട് അങ്ങനെ തന്നെയാണ്. പിന്നെ വേറെ 2-3 ആൾക്കാര് പൂർണ്ണ വൈക്കല്, അവർക്ക് മൊത്തത്തിൽ ഒരു 4 ആളെ സ്റ്റാഫ് ഉണ്ടാവും മൊത്തത്തില് വർക്ക് ചെയ്യുന്നത്. ഞാനല്ലാണ്ട് എനിക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ കഴിയൂല, കാരണം ഈ കുട്ടിയും വീട്ടിലത്തെ കാര്യം എല്ലാം കൂടി ചെയ്യണ്ടേ. എന്നാലും എല്ലാത്തിലും എന്റെ കണ്ണെത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക്. കാരണം എന്റെ കൈ തൊടാതെ ഒരു പ്രൊഡക്റ്റ് പോയാൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവുന്നൊക്കെ ഒരു തോന്നലാണ്. അപ്പൊ എത്താനൊന്നും കഴിയൂല, എന്നാലും മാക്സിമം എത്തിക്കും. ഏതായാലും ഇനിയിപ്പോ ഈ കുട്ടിയൊന്നും വലുതായിട്ട് ഒന്ന് സ്റ്റാഫിനെയൊക്കെ ഷോപ്പിൽ തന്നെ കൊണ്ടുവന്നിട്ട് ചെയ്യാനാണ് പ്ലാന്. ഇപ്പൊ ഇങ്ങനെ പോകുന്നു, ഇപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പൊ ഒരു 2 മാസമായിട്ട് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാല് ഞാനൊന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചാ അപ്പോ എന്റെ ക്രെഡിറ്റ് സ്റ്റോർ ഉറങ്ങും. അതാണ് കുഴപ്പം. നമ്മളിത് ഉറക്കമൊഴിച്ച് പണിയെടുത്താൽ നല്ല ഉഷാറായിട്ട് ഓർഡേഴ്സ് വരും, നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഓർഡർ എവിടെ കിട്ടുന്നത്? ഇൻസ്റ്റാഗ്രാം വഴിയാണോ, എങ്ങനെയാണ് കൂടുതൽ? തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം വഴിയിട്ട് തന്നെയാണ് ഇപ്പൊ ഓർഡർ കിട്ടുന്നത്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ് ഞാൻ ഇപ്പൊ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. ഫേസ്ബുക്കിൽ പ്രൊമോട്ട് ചെയ്യാൻ എന്താ വെച്ചാല് അവിടെ ഫുള്ള് വയസ്സന്മാരാണ്.
പോയി നോക്കും. പക്ഷെ അവിടെ വേണ്ടത്ര എന്താണ്, പിന്നെ രണ്ടോട്ടും കൂടി മാനേജ് ചെയ്യാനും കൂടി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇനി ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? അൺസ്റ്റേബിൾ എന്ന് പറയുന്നത് ഇടക്കൊന്ന് സ്റ്റക്ക് ആയിട്ട് ഇപ്പൊ ഓക്കെയാണ് പറഞ്ഞോ. ഓക്കെ. നമ്മള് എന്താണ് ഫേസ്ബുക്കില് അത്ര തന്നെ അല്ലേ. പിന്നെ ഒന്നുണ്ട് ഇൻസ്റ്റാഗ്രാം അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ആദ്യത്തെ കസ്റ്റമേഴ്സ് എന്റെ ഫാമിലിന്ന് നന്നായിട്ട്, ഒരു സൈഡിലത്തെ ഫാമിലിന്ന് നന്നായിട്ട് ഓർഡേഴ്സ് വരും കേട്ടോ. ആ ഒരു കുറച്ച് ടീമുണ്ട്, അവര് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ആവശ്യമുള്ള സമയമാകുമ്പോൾ വിളിച്ചിട്ട് വാങ്ങിക്കും. പല മേഖലയിൽ നിന്ന്. കാരണം എന്റെ ഫാമിലി, ഹസ്ബൻഡ് ഫാമിലി അങ്ങനെയൊന്നും ഇല്ല. അത് ഓരോരോ ആൾക്കാർ, ചില ആൾക്കാരുണ്ട് അത് അവര് വാങ്ങിയവരെന്നെ മിന്നി ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണ്, അല്ലാതെ അവരെ കുട്ടികൾക്കൊന്നും അല്ല, അവരെ ഗിഫ്റ്റ് കൊടുക്കാൻ ആ സമയമാകുമ്പോൾ അവര് വിളിക്കും, വാങ്ങിക്കും. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ട് ഇൻസ്റ്റഗ്രാം തന്നെയാണ് ഇപ്പൊ ഓർഡർ ഉള്ളത്. നമുക്കത് എന്താ പറയാ, സൈറ്റ് ആക്കിയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. സമയം കിട്ടിയിട്ടില്ല. ഞാനൊരു IT പ്രൊഫഷൻ എന്ന് പറയാൻ വയ്യ, ചെറുകിട ഒരു IT ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളേനി പഠിച്ചത് വെച്ചിട്ട്. അപ്പൊ അത് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കണം എന്നുണ്ട്. പക്ഷെ ഇത് വിട്ടുകാണ്ട് അത് ഉണ്ടാക്കാൻ നിൽക്കേണ്ടി വരും, അപ്പൊ നടക്കൂല. അപ്പൊ ഭാവിയിൽ എനിക്കൊരു വെബ്സൈറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഒരാളെ വെച്ചിട്ട് ചെയ്യണം. ഇതില് ഇനി ഏതൊക്കെ രീതിയിൽ ഇപ്പൊ പറയാൻ ഷോപ്പ് തുടങ്ങുക, എന്തൊക്കെ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതില്? അതന്നെ ഞാൻ പറഞ്ഞില്ല, കുറച്ചും കൂടി ഒന്ന് ലെവലായിട്ട് എനിക്ക് മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് വീണ്ടും ആൾക്കാരെ കുറച്ച് വെക്കണം. ഈ ആൾക്കാരെ വെക്കുമ്പോൾ ഞാൻ ഒരുപാട് നോക്കുന്നുണ്ട് ഇന്റർവ്യൂ പോലെ. പക്ഷേ ഈ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് അല്ലാത്തവരെ ഞാൻ എടുക്കൂല. ഞാൻ അവര് എത്ര നമ്മളവിടെ കൂടുതൽ അടുപ്പുള്ള ആൾക്കാരെ, കാരണം ആ പെർഫെക്ഷൻ കിട്ടിയില്ലെങ്കിൽ പറ്റൂല എന്ന് തന്നെ പറയും. എന്റെ ഉമ്മനോട് തന്നെ ഞാൻ പറയൂ, അത് സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അയച്ച് പണിയെടുക്കണം, അത് തുന്നി അയച്ചേ പറ്റൂ എന്ന് പറഞ്ഞ എന്നോട് കച്ചറ എന്നിട്ട് വേറെ ഉള്ളവര് ഒക്കെ എന്താ പറയാ അടിച്ചിട്ട് കൊണ്ടുവരുമ്പോഴേ, വേറെ സ്റ്റാഫൊക്കെ അടിച്ചത് വീട്ടിൽ കൊണ്ടുവരുമ്പോ നോക്കിയാൽ ഞാൻ അടിച്ചത് ഇതിലേറെ വൃത്തിയാവലുണ്ടെന്ന് പറയും. പക്ഷെ അത് അവർക്കുള്ള ചീത്ത ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടിക്കാൻ പാടില്ല. കസ്റ്റമർ നമ്മുടെ സാധനം പ്രോഡക്റ്റ് ഒരു പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അവർക്ക് അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് വേണം. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം, അത് അവരോട് പറഞ്ഞിട്ട് അവരോട് വീണ്ടും സ്റ്റിച്ച് ചെയ്യിപ്പിക്കും, തുന്നയിച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്യിപ്പിക്കാറുണ്ട്. നമുക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം വഴിയാണെന്ന് പറഞ്ഞില്ലേ കൂടുതൽ വരുന്നത്. നമുക്കറിയാം പല ചീറ്റിങ്ങും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ അഡ്വാൻസ് ഫുൾ പേയ്മെന്റ് ആണോ? അഡ്വാൻസ് നമ്മള് എന്താ പറയാ, ആദ്യമൊക്കെ ക്യാഷ് ഓൺ ഡെസ്പാച്ച് നെയ്മ്, അതായത് രണ്ടിന്റെ ഇടയിൽ ഓർഡർ, അവർക്കൊരു വിശ്വാസം നമുക്കൊരു വിശ്വാസം. നമ്മള് ഒരു ഓർഡർ ആദ്യമൊക്കെ ആദ്യമൊന്നും അത്ര ഓർഡേഴ്സ് ഇല്ലേന്നു നമ്മള് സ്റ്റാർട്ട് ചെയ്തപ്പോ. അപ്പൊ നമുക്കൊരു വിശ്വാസം ഉണ്ട്. നമ്മൾ ഈ ഉള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ നന്നായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. കസ്റ്റമൈസ്ഡ് പ്രോഡക്ട്സ് ആണ്, ഫൈനൽ പ്രോഡക്ട്സ് അല്ല. എല്ലാം കസ്റ്റമൈസ്ഡ് ഉണ്ടാവും. ഒരു കസ്റ്റമർ എന്താ പറയണോ, അവർക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറെ സംസാരിക്കുന്നുണ്ടല്ലോ, വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഇത് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഹെൽത്തി റിലേഷൻ വരും. ഈ റിലേഷനിൽ ഒരു വിശ്വാസം വരും. ഈ വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ അവർക്ക് സാധനം അവർക്ക് വേണ്ടി മേക്ക് ചെയ്തിട്ട് അവരോട് പറയും, ഞങ്ങൾ ഇങ്ങനെ അയക്കുകയാണ്, എന്താണ് പൈസ അയച്ചോളി എന്നൊക്കെ പറയും. അവര് പറയുന്ന, ഞാൻ മിക്കവാറും ഇന്ന തിരക്കിന്റെ ഇടയിൽ ഞാൻ ഇപ്പൊ അയച്ചതിന് ശേഷം ഞാൻ പ്രൊഡക്റ്റ് ഒന്ന് വിട്ടിട്ടുണ്ട്, പൈസ അയച്ചോളി എന്ന് പറയും. ഒരു പൈസ അയക്കും. അങ്ങനെ പോകുമ്പോ ഒരു കസ്റ്റമർ ഒന്ന് ഡിലേ ആയി. അപ്പൊ എനിക്ക് ആകെ ടെൻഷനായി പൈസ കിട്ടാന്നപ്പോ. ആകെ ഒരു കസ്റ്റമർ. അപ്പൊ കുറെ ദിവസം കഴിഞ്ഞിട്ട് ആ കുട്ടികളെ ഫോൺ എടുക്കുമ്പോ അതിന്റെ ഹസ്ബൻഡ് ഇപ്പൊ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആകെ ടെൻഷനായിട്ടോ. അപ്പൊ അതിന് ശേഷം ഞാൻ ഇപ്പൊ തന്നെ ഫുൾ പേയ്മെന്റ് വാങ്ങും. പിന്നെ ഒന്നുണ്ട് കേരള, ഔട്ട് ഓഫ് കേരള കസ്റ്റമേഴ്സ് ആണെങ്കിൽ പിന്നെ ഒന്ന് അയഞ്ഞു കൊടുക്കും. ഔട്ട് ഓഫ് കേരള, തമിഴ്നാട് ഒക്കെ ചീറ്റിങ് വരും. വന്നിട്ടില്ല, ഒരാളെ വന്നിട്ടുള്ളൂ ഇതുവരെ. നമ്മളൊരു പ്രൊഡക്റ്റ് കീറി എന്ന് പറഞ്ഞു, ഓരോ ഹാങ്കർമ കൊളുത്തി കീറിയാന്ന് കാണാനു. അപ്പൊ ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് നിങ്ങൾ തിരിച്ചയച്ചോളി, ഞാൻ പേയ്മെന്റ് തരാം. അപ്പൊ നിങ്ങൾ പേയ്മെന്റ് ഇരുന്നിട്ട് ഞങ്ങൾ അയക്കുള്ളൂ പറഞ്ഞു. ഞാൻ പേയ്മെന്റ് അങ്ങോട്ട് അയച്ചും ചെയ്തു, ഒരു സാധനം അങ്ങോട്ട് തിരിച്ചയച്ചതുമില്ല. അങ്ങനെ ഒരു കസ്റ്റമർ മാത്രം, അല്ലാതെ ഇത്രയും കാലമായിട്ട്. പക്ഷെ വേറെ ഉള്ളവർക്കൊക്കെ ചീറ്റിങ് വന്നിട്ടുണ്ട് കേട്ടോ. പേയ്മെന്റ് വലിയ 10,000 രൂപന്റെ എമൗണ്ട് ഒക്കെ തിരിച്ചു കിട്ടാത്ത എന്റെ പോലെ ബിസിനസ് ചെയ്യുന്ന വേറൊരു പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ട് ചീറ്റിങ് വരലുണ്ട്. അഡ്വാൻസ് വാങ്ങണം എന്നാണ് എല്ലാവരും പറയല്. ഈ അഡ്വാൻസ് എങ്ങനെ എന്താ വെച്ചാൽ, ഈ ഫിനാൻസ് നമ്മളെ കണക്ക് കൂട്ടലൊക്കെ തെറ്റുമ്പോൾ ഈ ഒക്കെ അഡ്വാൻസ് ഒന്ന് എഴുതിയേക്കണം, പിന്നെ തരണോന്ന് എഴുതിയേക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ 1 ടൈം പേയ്മെന്റ് ആണ് എല്ലാം ചെയ്യുക. ഔട്ട് ഓഫ് കേരള ഫുൾ പേയ്മെന്റ് വാങ്ങും. ബാക്കിയുള്ളത് പിന്നെ നമ്മളൊരു കോണ്ടാക്ട് വെച്ചിട്ട് ഓരോരോട് സംസാരിക്കുമ്പോൾ ഒരു വിശ്വാസം വരുമല്ലോ, അത് വെച്ചിട്ട് പിന്നെ അന്ന് സ്ലോ ആക്കി കൊടുക്കും. ചിലപ്പോ പ്രൊഡക്ട്സിന്റെ കൊടുത്ത് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് പേയ്മെന്റ്, നിങ്ങൾക്ക് പേയ്മെന്റ് ഒന്നും വേണ്ടേ നിന്നിട്ട് ചോദിച്ചാലുണ്ട്. ഞാൻ മറന്നു വേണം, കുറെ ഉണ്ടാകുമ്പോഴേ മറന്നു. അപ്പൊ നിങ്ങൾക്ക് പേയ്മെന്റ് ഒന്നും വേണ്ടേന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കാത്തത് ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ ഒരുവിധം കസ്റ്റമേഴ്സ് ഒക്കെ നല്ല കസ്റ്റമേഴ്സ് ആണ്.
വിശ്വാസാണ്. ഇതില് ഇപ്പൊ കുറെ വർഷമായില്ലേ, എന്തെങ്കിലും ഒരു ബാഡ് ഇൻസിഡൻസ് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമുക്ക് സങ്കടം വരും എപ്പോ നമ്മളെ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അത് ചിലപ്പോ നമ്മള് തുണി എന്ന് പറഞ്ഞാൽ നമ്മള് കസ്റ്റമൈസ്ഡ് ആകുമ്പോ ചിലപ്പോ അവർക്ക് വേണ്ട കളറൊക്കെ വേണ്ടി വരും. അപ്പോ നമ്മള് റീറ്റെയിൽ കടയിൽ നമ്മൾ ഹോൾസെയിൽ കടയിൽ നിന്നല്ല, അധികം റീറ്റെയിൽ കടയിൽ നിന്ന് നമ്മള് സാധനം വാങ്ങിക്കാം. ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ ബൾക്കായിട്ട് വാങ്ങിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഒറ്റ നിശ്ചിത പ്രൊഡക്റ്റില് കസ്റ്റമൈസ്ഡ് ആകുമ്പോൾ അവർക്ക് ഇന്ന കളർ വേണം, ഇന്ന പ്രിന്റ് വേണം എന്നൊക്കെ പറയുമ്പോൾ റീറ്റെയിലോ അങ്ങനെ വാങ്ങിക്കാണ്ട് അത് ചെയ്യുമ്പോ ചിലപ്പോ പുതിയൊരു നൂലാവാം, പുതിയ തുണിയാവാം, അത് ചിലപ്പോ കളർ ഇളകും വൈറ്റിലൊക്കെ കൊടുക്കുമ്പോ. അപ്പൊ അയ്യോ നിങ്ങളത് ഫസ്റ്റ് വാഷിൽ തന്നെ കളർ ഇളകി എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോ ഭയങ്കര സങ്കടം. കാരണം അയ്യോ നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റ് അവർക്ക് മുടിയളച്ചലിനുള്ള കാര്യം അതിന്റെ തലേന്നേ കാര്യം കൊടുത്തു, എന്നിട്ട് ആ മുടിയളച്ചലിനും തൂക്കാനുള്ള സാധനം കളർ ഇളകി. അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. അങ്ങനെ പക്ഷെ ആ ഒരു ആക്ച്വലി അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നൂലോണ്ട് കളർ ഇളകിയതാണെങ്കിൽ അതൊരു 2-3 വാഷ് ചെയ്യുമ്പോൾ ആ കളർ ഇളകിയത് പോകും കേട്ടോ. അതാണ് അതിന്റെ ഒരു ഇത്. അത് വെച്ചിട്ടാണ് ഞാൻ പറയല്. അങ്ങനെ 2-3 കസ്റ്റമേഴ്സ് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ റിട്ടേൺ ചെയ്തോളൂ, ഞാൻ വേറെ സാധനം തരാന്ന് പറയും. അങ്ങനെ ആരും റിട്ടേൺ ചെയ്തിട്ടില്ല. അവര് പറയാ സാരമില്ല കുഴപ്പമില്ല എന്ന് പറയും. അപ്പൊ അതിന് മുന്നേ നമ്മള് സാധനം കൊടുക്കുന്നതിന് മുന്നേ ഇതല്ലല്ലോ, പുതിയ നൂലെടുത്തപ്പോ അങ്ങനെ ആയതാണ്. അല്ലാതെ മോശം അനുഭവം ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഒരു കസ്റ്റമർ പിന്നെ പേയ്മെന്റ് അങ്ങോട്ട് അയച്ചതിന് ശേഷം റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞപ്പോ നമ്മൾ ആ പേയ്മെന്റ് അയച്ചു ഒരു തന്നില്ല. അപ്പൊ എനിക്ക് നല്ല ഒരു അതൊരു മോശമായിട്ട് തോന്നിയത്. അത് തമിഴ്നാടെന്നുള്ള വേറെ മോശമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ പേരുണ്ടാവും. ഇങ്ങനെയുള്ളവർക്ക് ഇപ്പൊ ഒരു ക്രാഡിലിന്റെ ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഗൈഡ്ലൈൻസ്? ക്രാഡിലിന്റെ ബിസിനസ് തുടങ്ങാന്ന് വെച്ചാല് നല്ല അർപ്പണപോലെ എടുക്കണം. പിന്നെ ഇത് പെട്ടെന്നൊന്നും കഴിയൂല, കുറച്ച് നല്ല പണി തന്നെയാണ്, നല്ല മെനക്കെട്ട പണിയാണ്. പിന്നെ 100% നിങ്ങൾക്ക് നിങ്ങളെ ഫാമിലിനെയും 100% നിങ്ങളെ ബിസിനസിനെയും ഒരുപോലെ കൊണ്ടുപോകാൻ ഒരിക്കലും പറ്റില്ല. ആരും അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവില്ല. നിങ്ങളൊരു സക്സസ്ഫുൾ ആയിട്ട് ഭയങ്കര സക്സസ് ആയിട്ട് ആരെങ്കിലും ഒരാളെ കാണുന്നുണ്ടെങ്കിൽ ബിസിനസ് കാണുന്നെങ്കിൽ അവര് ഫാമിലിയെ കുറച്ച് ഡിഗ്നേക്കാരം. ഫുൾ ടൈം നമുക്ക് ഫാമിലിന്റെ കൂടെ ചെലവഴിക്കാൻ പറ്റൂല. പറ്റിയാലും അവർക്ക് ബിസിനസ്സിൽ ഇങ്ങനെ ഉയരാനും പറ്റൂല. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് പെർഫെക്റ്റ് ആക്കി കൊടുക്കുക, നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് കൊടുക്കുക. ഒരു തൊട്ടിലാണെങ്കിൽ അതിന്റെ നൂല് അടിച്ച് തുഞ്ചത്തുണ്ടാവുന്ന നൂല് വരെ വെട്ടിക്കളഞ്ഞ് ഫുള്ളാക്കി കൊടുത്താല് അപ്പൊ അത് അങ്ങനെ കൊടുക്കണോ, നൂലൊക്കെ ഉണ്ടാക്കി കൊടുക്കണോ വിറ്റ് നമ്മുടെ കസ്റ്റമേഴ്സ് പറയണം നിങ്ങൾക്ക് തൊട്ടിൽ വേണമെങ്കിൽ അവരുടെ വേണം. അവരുടെ വായക്കൂടെ ഉള്ള ഒരു അതിനൊരു പേരുണ്ടല്ലോ കിട്ടില്ല, നമ്മളെ മൗത്ത് പബ്ലിസിറ്റി ആണ് എന്താണ് നല്ലൊരു കാര്യമാണ്. കാരണം ചെലവില്ലാതെ നമുക്ക് കുറച്ച് നല്ല പെർഫെക്ഷനിൽ സാധനം കൊടുത്താൽ മതി, ബാക്കിയുള്ളവരെ നോക്കിക്കോളും. അത് എനിക്ക് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട് മൗത്ത് പബ്ലിസിറ്റി. എന്റെ മൗത്തോണ്ടല്ല എന്റെ കസ്റ്റമേഴ്സിന്റെ ഇതുള്ളൂ. പിന്നെ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മള് ഇൻസ്റ്റാഗ്രാമിലാണ് ഇപ്പൊ എന്റെ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മള് ആരും ഇമിറ്റേറ്റ് ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് നമ്മുടേതായ രീതി യൂണീക്നെസ് എടുത്താല് നമ്മൾ വേറിട്ട് നിൽക്കും. എല്ലാരും ഒരേപോലെ ചെയ്യണ്ട, അതേപോലെ ചെയ്യണ്ട, എന്നാലും അതേപോലെ ഞാൻ ചെയ്യട്ടെ, എന്നാ അത് അങ്ങനെ ആയി നിന്നാല് നമുക്ക് ഓടിയെത്താം. നമുക്കൊരു യൂണീക്നെസ് നമ്മളേതായ പാതയിൽ നമ്മൾ പോവാം, അപ്പൊ ലെവൽ റെഡി ആവും. പിന്നെ ആരെങ്കിലും നമ്മള് മോശമായിട്ട് അല്ലെ കളിയാക്കുക, പിന്നെ നമ്മളങ്ങനെ പുച്ഛിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അതൊന്നും മൈൻഡ് ചെയ്യരുത്. അതൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്ക് എന്റെ കുട്ടികളെ നോക്കി നടന്നൂടെ എന്നൊക്കെ എന്നോട് അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ചോദിക്കുന്നവരുണ്ട് പലരോടും. അപ്പൊ അങ്ങനെയൊന്നും ചോദിക്കാതെ നമുക്ക് നമ്മളേതായ വഴികളിലൂടെ പറയുന്നത് രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ കെട്ടുവിടുക. നമുക്ക് നമ്മളേതായ, അല്ലെങ്കിൽ നമുക്ക് നമ്മളാവാൻ പറ്റൂല. നമ്മൾ ഓലെ ചിരിപ്പിച്ചിട്ട് ഓലെ സന്തോഷിപ്പിച്ചിട്ട് നമ്മൾ പിന്നെ എന്നാ സന്തോഷിക്കുക? നമ്മൾ സന്തോഷിച്ച് ജീവിക്കുക. ഒരു ചോദ്യമുണ്ട്, പ്രൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണത് നമ്മൾ ആദ്യം പ്രൊഡക്റ്റിന്റെ ചെലവുണ്ടാവും. തുണിയുടെ പൈസ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മളൊരു ഇപ്പൊ നമ്മളെ ചെയ്യുന്ന ഭയങ്കര ഈ ആഴ്ച ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന തുണി അടുത്ത ആഴ്ച വരുമ്പോ ഒരു 10 രൂപ ഒരു കൂട്ടിയുണ്ടാവും. അവര് അങ്ങനെ കൂട്ടുമ്പോ നമ്മൾ പ്രൊഡക്റ്റിന് അതിനനുസരിച്ച് വില കൂട്ടാൻ പറ്റൂല. നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടാ കൂട്ടുന്നത്. ഒരു പ്രൊഡക്റ്റിന്റെ ചെലവ്, പിന്നെ അതിന്റെ ചെലവ് എന്ന് പറയുമ്പോൾ അതിന്റെ നൂലും അതിന്റെ കരണ്ട് വരെ നമ്മൾ കൂട്ടണം ശരിക്കും. അപ്പൊ കൂടി കൂട്ടുമ്പത്തിന് വലിയൊരു സംഖ്യ ആവും. എന്നാലും നമുക്ക് കസ്റ്റമേഴ്സിന് കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റേറ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മള് പുറത്തുനിന്ന് സ്റ്റിച്ച് സ്റ്റാഫ് സ്റ്റിച്ച് ചെയ്യുന്ന വെച്ചാല് അതിനനുസരിച്ച് അവരുടെ പ്രൈസ്, പിന്നെ പാക്കിങ്,
ഒക്കെ കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ എമൗണ്ട് നമ്മുടെ ലാഭമായിട്ടും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൈസ് ചെയ്യുന്നത്. പിന്നെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. നമുക്കിപ്പോ ഒരു 100 രൂപ മീറ്ററിനുള്ള തുണി വെച്ചിട്ടുള്ള സാധനം, 150 മീറ്റർ വെച്ചിട്ടുള്ള സാധനം, 50 രൂപ മീറ്ററിന് വെച്ചിട്ടുള്ള സാധനം ഒക്കെ ഉണ്ടാവും കൊടുക്കുന്നുണ്ടാവും. പക്ഷെ എല്ലാം ഒരേ പേരിലാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നിനും ഓരോ പ്രൈസിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, കസ്റ്റമേഴ്സിന് ഭയങ്കര കൺഫ്യൂഷൻ. അപ്പൊ നമ്മൾ ഒരു ചില കാര്യങ്ങളിൽ സിംഗിൾ റേറ്റ് ഇടും. അത് ഒന്നുമെന്ന് കിട്ടുന്ന ലാഭം മറ്റേക്ക് നഷ്ടമാവും. അപ്പൊ പിന്നെ കോമ്പൻസേറ്റ് ആയി പോകും. ഇതിൽ എങ്ങനെ റേറ്റ് കൂട്ടാറുണ്ടോ പ്രൊഡക്റ്റിന്റെ? റേറ്റ് ഞാൻ അങ്ങനെ കൂട്ടുകയാണെങ്കിൽ ഞാനൊന്ന് സ്റ്റോറി ഇടും. നമ്മൾ ഇന്ന ദിവസം മുതൽ ഈ പ്രൊഡക്റ്റിന് ഇത്ര രൂപ ആവുകയാണ് എന്നുള്ള ഇത് വരും. അത് കാരണം എന്താ വെച്ചാല് കൂട്ടാതെ കഴിയൂല. നമ്മള് പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുമ്പോ നമുക്ക് ഒന്നുമില്ല, ഒന്നും കിട്ടുന്നില്ല, അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ആകുമ്പോ നമ്മൾ പ്രൈസ് കിട്ടും. പിന്നെ ക്രമേണ അങ്ങനെ ഇപ്പൊ അറിയാലോ 2 കൊല്ലം മുന്നേ ഉള്ള പ്രൈസ് അല്ല ഒന്നിനുള്ളത്. അപ്പൊ പിന്നെ അത് താനെ കൂട്ടിയാലും നമ്മൾ ആടുന്ന് ആദ്യം 2 കൊല്ലം മുന്നേ വാങ്ങിയ ആളോട് ഞാൻ ആദ്യം പറയും തുണികളൊക്കെ വിലയൊക്കെ കൂടിയിട്ടോ, അതുകൊണ്ടാണ് കേട്ടോ അന്ന് വാങ്ങിയ വിലക്ക് തരാൻ പറ്റാത്തെന്ന് പറയും. അപ്പൊ ഓർക്ക് മനസ്സിലാവും ശരിയാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറയും. അപ്പൊ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ, കുഴപ്പമില്ല, വില കൂടിയെന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാന് ഒരു നോർമൽ സാധനം 850 രൂപ ആണ്. ഒരു നോർമൽ ഒരു തൊട്ടിൽ തുണി, അതിൽ കുറച്ച് ഡിസൈന് നെറ്റ്, അതിൽ കുറച്ച് ഡിസൈനൊക്കെ വെച്ചിട്ട് 850 രൂപക്ക് കൊടുത്ത്. അത് കുറച്ച് മുന്നേ ഞാൻ 500 രൂപക്ക് കൊടുത്തിരുന്ന സാധനം. കുറച്ച് മുന്നേ ഞാൻ ഒരു 4 കൊല്ലൊക്കെ മുന്നേ അത്ര കൂട്ടിയിട്ടുള്ളൂ. ഇതെങ്ങനെ ഒരു വർഷം 6 മാസമാണ്, ഒരു വർഷം കൂടുമ്പോഴാണ് റേറ്റ് കൂട്ടുന്നത്? റേറ്റ് കൂട്ടുന്നത് തുണിന്റെ വില അവര് കടക്കാരടുത്ത് നിന്ന് നമുക്ക് കിട്ടില്ലേ. അപ്പൊ ഇപ്പൊ ഒരു കൂട്ടുന്നതിനനുസരിച്ച് നമ്മൾ കൂട്ടുന്നില്ല. അപ്പൊ ഒരു തുണി പിന്നെ സ്പോഞ്ച് അങ്ങനെ പല സാധനങ്ങളുണ്ട്. എല്ലാത്തിനും കൂടുക എന്ന് കണ്ടാലും എല്ലാം ഒരു ഇത്തിരി കൂട്ടും, ഒരു 50 രൂപ ഒക്കെ കൂട്ടും. അങ്ങനെ ഒരു ഇത്ര മാസം കൂടുമ്പോ ഒന്ന് കറക്റ്റ് ആക്കി കൂട്ടാനൊന്നും പറ്റൂല. കാരണം അങ്ങനല്ല, നമ്മള് കൂടുതൽ ചെലവാണ്, നടക്കണില്ല എന്നൊക്കെ കാണുമ്പോ. ഇനി വേറെ ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുമ്പോൾ ചോദിക്കാം. ഇപ്പൊ ഇതിന്റെ കൂടുതൽ ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ കുറച്ച് പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ട് മെന്ററിൽ വന്നു. അവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം കേക്ക് ഉണ്ടാക്കണമെങ്കിൽ കൂടി ഇങ്ങനെയാണ് കറണ്ടിന്റെ ഇലക്ട്രിസിറ്റി ചാർജ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഹംന കൂട്ടാ? അത് നമ്മളൊരു ഏകദേശമാണ് കൂട്ടുക. അല്ലാതെ നമുക്കിപ്പോ അത് കറണ്ട് ബില്ലിന് ഇപ്പൊ നമ്മള് വീട്ടില് കേക്കൊക്കെ നമ്മൾ വീട്ടിലല്ലേ ഉണ്ടാക്കും. വീട്ടിലത്തെ കറണ്ട് ബില്ലിനെ ഇപ്പൊ നമ്മള് അത് ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ പറ്റൂലല്ലോ. പിന്നെ ആണെങ്കിൽ അത്രക്കും കണ്ണിങ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമ്മളൊരു മാസം കേക്ക് ഉണ്ടാക്കാത്ത ഒരു കറണ്ട് ബില്ലും വെച്ചിട്ട് പിന്നെ ഒരു മാസം കേക്ക് ഉണ്ടാക്കിയ ഒരു കറണ്ട് ബില്ലും വെച്ചിട്ട് ഡിഫറൻസ് ഒക്കെ നോക്കിയിട്ട് ഏകദേശം ഞാൻ കേക്ക് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇത്രയും ആയത് എന്നൊക്കെ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി. ഡെലിവറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഉണ്ടായിരുന്നു 24 hours വിത്തിൻ 24 hours ഡെലിവറി എന്ന് പറഞ്ഞാൽ. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ഇനി. അന്ന് പണ്ടൊക്കെ കുറച്ചൊക്കെ ഓർഡർ ആകുമ്പോ നമുക്ക് എമർജൻസി 2.5 അടിയാ ഓർഡർ വന്നിട്ടുണ്ട്. ആ സന്തോഷത്തിൽ എപ്പോഴേലൊക്കെ ഓർഡർ ഇട്ടോളൂ. അന്ന് ആ ഒരു ആവശ്യത്തിന് കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ 2 weeks ആണ് മിനിമം പറയുന്നത്. മിനിമം അല്ല, 2 weeksന്റെ ഉള്ളിൽ സാധനം കൊടുക്കുന്ന പറയാ. അവർക്ക് പിന്നെ ഔട്ട് ഓഫ് കേരള ഒക്കെ ആകുമ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുള്ളൂ. അത്രയാണ് പറയാറ്. നീട്ടി പറഞ്ഞില്ലെങ്കിലേ നമ്മൾ ആ സമയത്തിന് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമല്ല. പക്ഷെ എന്നാലും എമർജൻസി ആണ്, മറ്റന്നാളെയാണ് മുടി കളച്ചില്, ഒന്ന് പെട്ടെന്ന് തരുമോന്ന് വെക്കും. അങ്ങനത്തെ ഉറക്കം വെച്ചിരുന്ന് അടിച്ചു കൊടുക്കും. എന്തെങ്കിലും ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരുടെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും തുടങ്ങി ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞതിന്റെ പുറമെ നിങ്ങൾ ആരും തുടങ്ങരുത്. ഇങ്ങക്ക് തോന്നിയിട്ട് ഇങ്ങക്ക് എന്തെങ്കിലും തുടങ്ങണം, എനിക്കും വേണം എന്തെങ്കിലും വരുമാനം എന്നൊക്കെ ഇങ്ങക്ക് തന്നെ തോന്നിയിട്ട് അത് എന്ത് തുടങ്ങും എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് കണ്ടുപിടിക്കുക. വേറെ ആരോടും ഞാൻ എന്താ തുടങ്ങുക ബിസിനസ് അങ്ങനെ തുടങ്ങും. പിന്നെ അതേമാതിരി നിങ്ങളെ തുടങ്ങുമ്പോ നാട്ടില് മുഴുവൻ കോമൺ ആയിട്ടുള്ള സാധനം എടുത്ത് തുടങ്ങരുത്. നിങ്ങളത് ഏറ്റവും ഡിമാൻഡഡ് ആയിട്ട് എന്താണോ ഇവിടെ കിട്ടാത്തത്, എന്താണോ ആളുകൾക്ക് ആവശ്യം, ഏറ്റവും അധികം ആവശ്യം കിട്ടാത്തത്, അത് തുടങ്ങിയാല് നിങ്ങൾക്ക് സക്സസ് ആവും. ഇപ്പൊ ഒരു ഉദാഹരണമാണ്, ഇപ്പൊ നാട്ടില് മുഴുവൻ അതിന്റെ ഇടയിൽ ഒരു കേക്ക് ഉണ്ടാവുന്നുണ്ട്. കോവിഡ് ആയ സമയത്ത് ഫുൾ കേക്ക് മേക്കേഴ്സ് ആയിരുന്നു. ഇപ്പൊ അന്നൊക്കെ കുറച്ച് കേക്ക് ഉണ്ടാക്കുന്നവർക്ക് ഭയങ്കര ഡിമാൻഡ് ചെയ്യുന്നു. ഇപ്പൊ കേക്ക് അന്നൊക്കെ ഉണ്ടാക്കിയവർക്ക് മടുത്തു. എല്ലാരും കേക്ക് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ കച്ചവടം ഇല്ല, എല്ലാരും വീട്ടിലും കേക്ക് ഉണ്ടാക്കും. അതേമാതിരി ആയിരിക്കണം നമ്മുടെ ബ്രൈഡൽ റെന്റൽ സംഭവങ്ങള്. നമ്മുടെ നാട്ടിൽ തന്നെ വരിയായിട്ട് തുടങ്ങുകയാണ്.
അത് അങ്ങനെ എല്ലാരും കൂടി തുടങ്ങുമ്പോ അത് വേണ്ടി വരില്ലല്ലോ, ഡിമാൻഡ് ആവില്ലല്ലോ. അപ്പൊ നമ്മള് ഒരാൾ തുടങ്ങിയ ഓൾക്ക് നല്ല ലാഭമാണ്, നമുക്ക് കച്ചവടം തുടങ്ങിയാലോ എന്ന് പറയരുത്. നമ്മള് തുടങ്ങാത്തത് വേറെ ആരും ഇല്ലാത്തത് എന്താ കാണുക, എന്നിട്ട് നോക്കുക നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വേറെ നാട്ടിൽ ആശ്രയിക്കണത് എന്താണ്, അത് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ പ്രത്യേകിച്ച് അവനവന്റെ കഴിവ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനില്ലാത്തവർ കേട്ടോ, എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം നോക്കുമ്പോ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത പ്രൊഡക്റ്റ് എന്താണ് അത് നമുക്ക് തുടങ്ങാം, എന്നാൽ നമുക്ക് അത് ഉണ്ടാക്കാം എന്നൊക്കെ തോന്നും. അങ്ങനെയൊക്കെ ചിന്തിക്കാം, ഞാൻ തന്നെ ചിന്തിച്ച് കണ്ടുപിടിക്കാം. ഈ ഒരു ചുരിദാർ ബിസിനസ് തുടങ്ങിയടിയെന്ന് ആരെയും പറഞ്ഞതിന്റെ പുറകെ പോയിട്ട് ആരും അങ്ങനെ തുടങ്ങിയാൽ അത് ഒരിക്കലും മുന്നോട്ട് പോകില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുക്കും, നിങ്ങൾ നിർത്തും. ഫർസാന ചോദിച്ചോളൂ, ഒരു ലാസ്റ്റ് ചോദ്യം കൂടി. മാം, ഇത് മാമിന്റെ ഒരു പാഷനാണോ? ഇത് ആദ്യം മുതലേ ഉള്ളിലുള്ള ഒരു ഇന്റൻഷൻ ആയിരുന്നോ അതോ? ഒരിക്കലല്ല, എനിക്ക് നല്ലൊരു കമ്പ്യൂട്ടർ ഫീൽഡിലെ താല്പര്യം. അത് എനിക്കൊരു 10ാം ക്ലാസ് പഠിക്കുന്ന അന്ന് എനിക്ക് ഇഷ്ടം കമ്പ്യൂട്ടറിനോടാണ്. ഇപ്പോഴും പ്രണയമാണ്, ഭയങ്കര ഇഷ്ടമാണ്. സമയം ഉണ്ടായില്ല. എന്തെങ്കിലുമൊക്കെ കമ്പ്യൂട്ടറിൽ ഗ്രാഫിക് ഡിസൈനിങ്, പ്രോഗ്രാമിങ് ഒക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ ഈ ഒരു ഫീൽഡിൽ ഞാൻ കമ്പ്യൂട്ടറിനെ കൊണ്ടുവരുന്നതാണ് എന്റെ എന്താ പറയാ കസ്റ്റമൈസ്ഡ് നെയിമിങ്, കസ്റ്റമൈസ്ഡ് ആയിട്ട് കസ്റ്റമേഴ്സ് എന്തെങ്കിലും ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് പറയും ഈ മിനിയൻസിനെ ഒന്ന് ചെയ്തു തരുമോ, അല്ലെങ്കിൽ മിക്കി മൗസിനെ ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കും. ഞാനത് കമ്പ്യൂട്ടറിൽ വരച്ചുണ്ടാക്കിയിട്ടാണ് എംബ്രോയിഡറി ചെയ്യുന്നത്. അത് അതായത് ഈ ഒരു വർക്കിനെ ഞാൻ ഇതാണ് എന്റെ പാഷൻ, കമ്പ്യൂട്ടർ ആണ് ആക്ച്വലി പാഷൻ. പിന്നെ ഞാൻ തയ്ക്കുന്നത് ഞാൻ 8ാം ക്ലാസ് വെച്ച് സ്റ്റാർട്ട് ചെയ്താണ് സ്റ്റിച്ചിങ് പഠിച്ചത്, അടിച്ചു തുടങ്ങുന്നത്. പിന്നെ ഈ നമ്മള് പോണ വഴിക്ക് തൊഴിക്കാന്ന് പറയില്ലേ, അങ്ങനെ പറയില്ലേ, നമ്മൾക്ക് ഏതാണ് നമ്മൾ കുറെ നോക്കും. കമ്പ്യൂട്ടറിന്റെ ഫീൽഡിൽ ഞാൻ വർക്കൊക്കെ ചെയ്തതാണ്. അപ്പം ഇപ്പൊ ഇതാണ് ഡിമാൻഡ് കണ്ടപ്പോ പിന്നെ നമ്മൾ ഇതിൽ കോൺസെൻട്രേറ്റഡ് ആയി ഇതിലേക്ക് ഞാന് എന്താണ് എന്റെ പാഷനെ കൊണ്ടുവന്നു. അതാണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് എന്റെ ഡിജിറ്റൽ ആയിട്ടാണ് എന്റെ വർക്ക്സ് ഒക്കെ വരുന്നത്, പേര് ഡിസൈൻ ഒക്കെ പുതിയത് വരച്ചുണ്ടാക്കുന്നത്. നമുക്ക് ഇങ്ങനെ അവസരം തന്ന് ഞാൻ ഭയങ്കര ടെൻഷൻ ചെയ്യും, എനിക്കറിയില്ലേനും എങ്ങനെയൊന്നും. പക്ഷെ എന്നാലും നിങ്ങൾ ഫ്രീ ആയിട്ട് എല്ലാത്തിനും